ചമ്പാവനത്തിൽ എല്ലാ പറവകളും ഒരുപാട് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ജീവിച്ചു. എല്ലാ ഭാഗത്തും സന്തോഷം മാത്രം. ആ പറവകളിൽ ജുമിരി എന്നൊരു പ്രാവുണ്ടായിരുന്നു. അതിന് കണ്ണു കാണില്ല. ഈ മരത്തിൽ ഒരുപാട് പറവകൾ ജീവിക്കുന്നുണ്ട്. എല്ലാവരും വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു എന്ന് അവരുടെ ചിരിയുടെ ശബ്ദത്തിൽ മനസ്സിലാകുന്നു. പക്ഷേ ആ മരത്തിൽ എത്ര പറവകൾ ജീവിച്ചിരുന്നാലും കണ്ണു കാണാത്ത ആ പ്രാവിനെ എല്ലാവരും കളിയാക്കിക്കൊണ്ടിരുന്നു. വിഷമിപ്പിക്കുന്ന വാക്കുകളിൽ സംസാരിച്ചു കൊണ്ടിരിക്കും. പാവം, അതുകൊണ്ട് ആ പ്രാവ് ഒരുപാട് വിഷമിക്കുമായിരുന്നു. ആഹാ, ഇവിടെ നോക്കൂ, കാലാവസ്ഥ എത്ര മനോഹരമാണെന്ന്. ഇപ്പൊ പറക്കണമെന്ന് തോന്നുന്നു. അതൊക്കെ നമുക്ക് ശരി. പക്ഷെ നോക്കി, പ്രാവ് അതിന് കണ്ണു കാണില്ലല്ലോ. അതുകൊണ്ട് കാലാവസ്ഥ എങ്ങനെയാണെങ്കിലും അതിന് എന്തറിയാൻ പോകുന്നു? എനിക്ക് കാണാൻ അറിയില്ല. പക്ഷെ നിങ്ങൾ എല്ലാവരും കാലാവസ്ഥ കണ്ട് സന്തോഷിക്കുന്നു. അതിൽ ആ കാലാവസ്ഥ എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കാം. ചുമരി, ശരിക്കും നീ പാവമാണ്. എപ്പോഴും ഈ കൂടിനുള്ളിൽ തന്നെ ഇരിക്കുന്നു. നിനക്കൊരു സന്തോഷവും അനുഭവിക്കാൻ കഴിയില്ല. ഒരു സന്തോഷവും കാണാനും പറ്റില്ല. അതുകൊണ്ട് എന്താ, എന്റെ ജീവിതകാലം ഈ ഇരുട്ട് മാത്രമായിരിക്കും എന്തോ. ചുമരിപ്രാവിന് ആ മരം വിട്ടെവിടേക്കും പോകാൻ കഴിയില്ല. അതുകൊണ്ട് ആൽമരത്തിൽ ജീവിച്ചിരിക്കുന്ന മറ്റുള്ള പക്ഷികൾ അതിന് കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവന്ന് കൊടുക്കും. ഒരു ദിവസം എന്ത് സംഭവിച്ചെന്നോ? ഇതാ അമ്മായി, എന്റെ അമ്മായി നിങ്ങൾക്ക് വേണ്ടി പക്കോട കൊടുത്തിട്ടുണ്ട്. നന്നായിരിക്കും. വളരെ നന്നായി നിന്റെ അമ്മായിമ്മ പക്കോട കൊടുത്തയച്ചത്. ഒരുപാട് നേരമായി ഞാൻ വിശപ്പില്ല. ആരും ഭക്ഷണം തരാൻ വന്നേയില്ല. അവർക്കെന്താ, അവർ പറയേണ്ടത് പറയും. പക്ഷെ ചെയ്യേണ്ടത് ഞങ്ങളാ. വീട്ടിലെ പണികൾ നോക്കണം, അവരെ നന്നായി നോക്കണം. തനിച്ചാക്കി എവിടെയും പോകാൻ പറ്റില്ല. ഞങ്ങളെ കഷ്ടപ്പെടുത്താൻ വേണ്ടി ഈ ആൽമരത്തിൽ ഒരാൾ ജീവിച്ചിരിപ്പുണ്ട്. എന്റെ അമ്മായിമ്മ, അവർക്ക് എല്ലാം ഞാൻ ചെയ്തും കൊടുക്കണം. ജുംരി പ്രാവ് ഒരേ ഒരു പക്കോട എടുത്ത് കഴിച്ച ഉടനെ തന്നെ അതിനാ പക്കോട വളരെ എരിവ് തോന്നി. അത് ഉറക്കെ കരഞ്ഞു. എന്റെ ദൈവമേ, എന്താ ഇത്? ഇതിൽ ഇത്ര എരിവ്? ആ ബുൾബുൾ, നീ എന്തിനാ ഇതിൽ ഇത്ര എരിവിട്ടത്? അയ്യോ, കൊണ്ടുവന്ന് തന്നതേ വലിയ കാര്യം. ഇതിൽ ഇതും പറയുന്നു. എരിവ് കൂടുതലല്ലേ? കുറവായൊന്നും ഞാൻ തന്നില്ലല്ലോ. കഴിക്കാണെങ്കിൽ കഴിച്ചോളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം. എന്റെ അമ്മായിമ്മ പറഞ്ഞത് കൊണ്ട് പക്കോട നിങ്ങൾക്ക് തന്നത്. നിങ്ങൾക്ക് എങ്ങനെ അറിയും ഇത് ചെയ്യുമ്പോഴേക്കും വിയർത്തത്? നിങ്ങളിവിടെ സന്തോഷത്തിൽ വെറുതെ ഇരിക്കുകയല്ലേ? ബുൾബുൾ ഇങ്ങനെ പറഞ്ഞത് കേട്ട് പാവം ആ പ്രാവ് ഒരുപാട് സങ്കടപ്പെട്ടു. പക്ഷേ വിശപ്പ് കൂടിയതുകൊണ്ട് ആ എരിവുള്ള പക്കോട പോലും അത് വേറെ വഴിയില്ലാതെ കഴിച്ചുകൊണ്ടിരുന്നു. മെല്ലെ മെല്ലെ നാളുകളും കടന്നുപോയി. ഇപ്പോ തണുപ്പ് കാലവും വന്നു. എന്റെ ദൈവമേ, എന്താ ഇത് ഇങ്ങനെ തണുക്കുന്നു? എനിക്കിടാൻ സ്വെറ്റർ പോലും ഇല്ല. അയ്യോ, സ്വെറ്റർ ഇടാതെ തണുപ്പിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെടും. എന്ത് പറ്റി കിളി? മനസ്സിനുള്ളിൽ നീ എന്താ പറയുന്നത്? അമ്മേ, തണുപ്പ് വളരെ കൂടുതലാണ്. പക്ഷേ ഇവിടെയുള്ള ആർക്കും സ്വെറ്റർ പോലും ഇല്ല. കഴിഞ്ഞ വർഷം ഉപയോഗിച്ച സ്വെറ്റർ എല്ലാം കീറിപ്പോയി, അല്ലെങ്കിൽ ചെറുതായി. തണുപ്പുണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അപ്പൊ നിങ്ങൾക്ക് സ്വെറ്റർ വാങ്ങാമായിരുന്നില്ലേ? നിങ്ങൾക്കറിയില്ലേ തണുപ്പ് കാലം വരുന്നു എന്ന്? ആദ്യമേ എല്ലാ ഏർപ്പാടുകളും ചെയ്യേണ്ടതല്ലേ? ആ, എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ സ്വെറ്റർ വിൽക്കുന്ന ആ ഒരു പ്രാവില്ലേ, അത് ഈ കാട് വിട്ട് വേറെ കാട്ടിലേക്ക് പോയി. ഞങ്ങളിപ്പോ സ്വെറ്റർ എവിടുന്ന് വാങ്ങും? കാറ്റ് ഒരുപാട് തണുത്ത് വീശുന്നു. എല്ലാവരും അവരവരുടെ കൂട്ടിലുള്ളതാ നല്ലത്. പക്ഷിക്കൂടിനുള്ളിൽ തണുപ്പിൽ രക്ഷപ്പെട്ടാ നല്ലത്. അയ്യോ കിളി, എന്തിനാ വിഷമിക്കുന്നേ? എന്റെ കയ്യിൽ കുറച്ച് വുള്ളനുണ്ട്. ഞാൻ നിനക്ക് വേണ്ടി ഒരു മഫ്ലർ തുന്നിത്തരാം. ഞാൻ അപ്പോ മഫ്ലർ നന്നായി തുന്നുമെന്ന് അമ്മ പറയും. ഞാൻ നിനക്ക് തീർച്ചയായും തുന്നിത്തരാം. പക്ഷേ നിങ്ങൾക്ക് കണ്ണു കാണില്ല. നീ മിണ്ടാതെ നോക്കിക്കൊണ്ടിരിക്കെ. ഞാൻ കണ്ണു കാണാതെ എങ്ങനെ മഫ്ലർ തുന്നുന്നു എന്ന്. ജുമരിപ്രാവ് ഒരു ദിവസം കൊണ്ട് ഒരു മഫ്ലർ തുന്നിക്കഴിഞ്ഞു. അത് കഴിഞ്ഞ് അത് കൊണ്ടുപോയി ആ കിളിക്ക് കൊടുത്തു. ആഹാ പ്രാവമായി, ഇതൊരു അതിശയം തന്നെ. നിങ്ങൾ തന്ന ഈ മഫ്ലർ ഇട്ട ഉടനെ ഒരു തണുപ്പും എനിക്ക് അറിയുന്നതേയില്ല. ഇങ്ങനെയുള്ള മഫ്ലർ ഞാൻ കണ്ടതേയില്ല. നിങ്ങൾ തുന്നിയ ഡിസൈൻ വളരെ നന്നായിട്ടുണ്ട്. നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അത്ര തന്നെ, വേറെ എന്ത് വേണം?
പക്ഷേ ഇതെങ്ങനെ നിങ്ങൾ തുന്നി? നിങ്ങൾക്ക് കണ്ണു കാണില്ലല്ലോ. ദൈവം ഒരു വാതിലടച്ചാൽ തീർച്ചയായും വേറൊരു വാതിൽ തുറക്കും. എനിക്ക് കാഴ്ചയില്ലെങ്കിലും ഞാൻ നന്നായി മഫ്ലർ സ്വെറ്റർ തുന്നും. ആ കിളിയിട്ടിരിക്കുന്ന മഫ്ലർ കണ്ട് കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളും അതുപോലെ മഫ്ലർ വാങ്ങാൻ തീരുമാനിച്ചു. പക്ഷെ ആ കിളി എല്ലാവരോടും പറഞ്ഞു, നമ്മുടെ ചുമരിപ്രാവാണ് തുന്നിയത് എന്ന്. പക്ഷെ അത് ആരും വിശ്വസിച്ചില്ല. എന്താ പറയുന്നേ നീ? ചുമരിപ്രാവ് സ്വെറ്റർ തുന്നിയോ? ഹാ, ഇത് വിശ്വസിക്കുന്ന പോലില്ല. എനിക്ക് കാഴ്ചയുണ്ട്, പക്ഷെ എനിക്ക് പോലും ആ ഡിസൈൻ അറിയില്ല. പക്ഷെ ചുമരിപ്രാവിന് കണ്ണു കാണില്ല, അതിന് ഇത്ര നല്ല ഡിസൈൻ ഇടാൻ അറിയുമോ? നിങ്ങൾ വിശ്വസിക്കുന്നുവല്ലയോ? എനിക്കത് പ്രശ്നമല്ല. ഞാൻ ഇന്നാണ് ശരിക്കും ഒരു കാര്യം അറിഞ്ഞത്. അവർ ശരിക്കും നന്നായി സ്വെറ്റർ തുന്നുന്നു. നമ്മളിപ്പോ തണുപ്പിൽ കഷ്ടപ്പെടുന്നില്ലേ? എന്തെന്നാൽ നമുക്ക് സ്വെറ്റർ മഫ്ലർ ഒന്നുമില്ലായിരുന്നു. എനിക്ക് വിശ്വസിക്കാൻ വയ്യ. ഞാൻ നാളെ ആ ചുമരിപ്രാവിന്റെ അടുത്ത് ചെന്ന് ഇതെന്താണെന്ന് കണ്ടുപിടിക്കും. ടുൻടുൻ പറവ ചുമരിപ്രാവിനെ കാണാൻ ചെന്നു. അപ്പൊ അതവിടെ കണ്ടു, ശരിക്കും ചുമരിപ്രാവ് ഒരു സ്വെറ്റർ തുന്നുന്നത്. അത് ശരിക്കും നല്ല ഡിസൈൻ ഇട്ടുകൊണ്ടിരുന്നു. ആ സ്വെറ്റർ ഇട്ടാൽ അത് തീർച്ചയായും തണുപ്പ് സഹിക്കും. ചുമരിപ്രാവേ, എന്നോട് ക്ഷമിക്ക്. ഇതുവരെ ഞങ്ങൾ നിന്നെ കളിയാക്കി. പക്ഷെ നിനക്കിങ്ങനെ ഒരു കഴിവുള്ളത് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് വേണ്ടിയും ഒരു സ്വെറ്റർ തുന്നിത്തരുമോ? ആഹാ, തീർച്ചയായും. എനിക്ക് ജോലി ചെയ്യുന്നത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ചുമരിപ്രാവിന്റെ കഴിവിനെ കുറിച്ച് ഇപ്പൊ കാട്ടിൽ എല്ലാവരും മനസ്സിലാക്കി. എല്ലാവരും അതിനോട് സ്വെറ്റർ ഉണ്ടാക്കി തരാൻ പറഞ്ഞു. ചുമരിപ്രാവ് ഇപ്പൊ ഒരു സ്വെറ്റർ കട ഓപ്പൺ ചെയ്തു. അവിടെ വരുന്നവരെല്ലാവരും ചുമരിയോട് സ്വെറ്റർ വാങ്ങിക്കൊണ്ടുപോയി. അതിന്റെ സ്വെറ്റർ വേഗം വിറ്റ് തീർന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് ആരോട് സഹായം ചോദിക്കേണ്ട അവസ്ഥ അവൾക്കില്ല. അങ്ങനെ അത് അതിന്റെ ജീവിതം സന്തോഷമായി ജീവിച്ചു. എന്നോട് ക്ഷമിക്കൂ. അന്ന് ഞാൻ അറിയാതെ നിങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു. പക്ഷേ നിങ്ങൾക്കുള്ള കഴിവ് ഒരുപാടുണ്ടല്ലേ. ദയവ് ചെയ്ത് എനിക്കും അത് പഠിപ്പിക്കുമോ? ഹാ, തീർച്ചയായും ഞാൻ നിന്നെയും പഠിപ്പിക്കാം. അപ്പോ നിനക്ക് വീട്ടിലുള്ള എല്ലാവർക്കും സ്വെറ്റർ തുന്നിക്കൊടുക്കാം. ചുമരിപ്രാവ് ചില പറവകൾക്ക് സ്വെറ്റർ തുന്നുന്നത് പഠിപ്പിച്ചു കൊടുത്തു. അത് മാത്രമല്ലാതെ സ്വെറ്റർ അത് തന്നെ തുന്നി വിറ്റു. അതുകൊണ്ട് ഒരുപാട് പേർ അത് കണ്ട് സന്തോഷിച്ചു. ഇപ്പൊ അതിന് കാഴ്ചയില്ല എന്ന് ആരും കളിയാക്കുന്നതേ ഇല്ല. മിട്ടു കിളി ഒരു വലിയ മരത്തിൽ ചില പറവകളോടൊപ്പം ജീവിച്ചുകൊണ്ടിരുന്നു. അതാ പറവകളോടൊപ്പം ദിവസവും ഭക്ഷണം അന്വേഷിച്ചു പോകും. അത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴേക്കും തിരിച്ചെത്തും. ഞാൻ ദിവസം ഇവരോടൊപ്പം പോകേണ്ടിയിരിക്കുന്നു. വെയിലിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ഭക്ഷണം അന്വേഷിക്കണം. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവരോടൊപ്പം പോകാനും പാടില്ല, പക്ഷെ എനിക്ക് ഭക്ഷണവും തേടണം. അപ്പോഴാണ് അത് ചിന്തിച്ചത്, കണ്ണു കാണുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മിണ്ടാതെ ഇവിടെ ഇരിക്കാമെന്ന്. എല്ലാ പറവകളും അതിന് ഭക്ഷണം കൊടുക്കുമെന്നും. എനിക്ക് കണ്ണു കാണുന്നില്ല. അയ്യോ, എനിക്ക് ഒന്നും കാണുന്നില്ല. അയ്യോ. അതിന്റെ ബഹളം കേട്ട് മറ്റുള്ള പറവകളെല്ലാം അവിടെ എത്തി. എനിക്ക് ഒന്നും കാണുന്നില്ല. രാവിലെ സൂര്യൻ ഉദിക്കുന്നത് ഞാൻ കണ്ടതാ. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ആയെന്ന് തോന്നുന്നു. അയ്യോ. അങ്ങനെ പറഞ്ഞ് ആ കൊമ്പിൽ നിന്ന് വീഴാൻ നോക്കി. സൂര്യനെ കാണുന്നത് കൊണ്ട് ആർക്കെങ്കിലും കാഴ്ച നഷ്ടപ്പെടുമോ? എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഒന്നും കാണുന്നില്ല. എനിക്ക് ഇപ്പൊ വെള്ളം ഭക്ഷണമൊക്കെ ആരാണ് കൊണ്ടുവന്ന് തരിക? അതിങ്ങനെ കഷ്ടപ്പെടുന്നത് കൊണ്ട് എല്ലാ പറവകൾക്കും ഒരുപാട് വിഷമമായി. ടീനു പറവ പറഞ്ഞു, മിട്ടു, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. നിന്റെ കാഴ്ച ഇപ്പൊ നിനക്ക് തിരിച്ചു കിട്ടുമോ? അതുവരെ ഞങ്ങൾ എല്ലാരും നിനക്ക് ഭക്ഷണവും വെള്ളവും എല്ലാം കൊണ്ടുതരാം. ഇല്ല, എനിക്ക് കഷ്ടപ്പെട്ട് കഴിക്കാനാ ഇഷ്ടം. ഞങ്ങൾക്കറിയാം നിനക്ക് കഷ്ടപ്പെടുന്നത് ഇഷ്ടാണെന്ന്. നിനക്ക് അത്രയ്ക്ക് വിഷമമുണ്ടെങ്കിൽ ഞങ്ങൾ ഭക്ഷണം അന്വേഷിച്ച് വരുന്നവരെ ഞങ്ങളുടെ കൂട്ടിലെ മുട്ടകൾ നോക്കിക്കോ. അപ്പൊ കുറിച്ച് നിന്റെ വിഷമവും മാറും. എന്നാൽ ഇവൾ അന്ധയായില്ലേ, ഇനി എങ്ങനെ കൂട് സംരക്ഷിക്കാൻ കഴിയും? ഇവളിവിടെ ഇരിക്കുന്ന കണ്ടേ തീർച്ചയായും പൂച്ച നമ്മുടെ കൂടിനടുത്ത് വരില്ല. എന്തെന്നാൽ ആ പൂച്ചയ്ക്ക് ഇവൾക്ക് കണ്ണു കാണാത്ത കാര്യം അറിയില്ലല്ലോ.
ഒരുപക്ഷെ നിങ്ങൾ കൂട്ടിനെ കാവലാക്കുന്നുണ്ടെങ്കിൽ ശരി, ഞാൻ നോക്കിക്കോളാം. ഇതെല്ലാം പൂച്ച ആരും അറിയാതെ കേട്ടുകൊണ്ടിരുന്നു. എല്ലാ പറവകളും മിട്ടുവിനെ മരത്തിലാക്കിയിട്ട് പോയി. അവർ പോയതും ആ പൂച്ച മരത്തിനടുത്തേക്ക് ചെന്നു. ആഹാഹാ, ഇന്ന് എനിക്ക് പാർട്ടിയാണ്. ഈ കണ്ണു കാണാത്ത കിളി എന്നെ എന്ത് ചെയ്യാൻ പോകുന്നു? അതുമാത്രമല്ലാതെ അതിന് അറിയില്ലല്ലോ ഞാൻ ഇവിടെയുള്ള കുഞ്ഞു പറവുകളെയും മുട്ടയും കഴിക്കാൻ പോകുന്ന കാര്യം. അങ്ങനെ പറഞ്ഞത് വേഗം മരത്തിൽ കയറി കൂട്ടിലേക്ക് നടന്ന് പോയിക്കൊണ്ടിരുന്നു. ഇനി നീ ഒരു അടിയെടുത്ത് വെച്ചാൽ നിന്നെ ഞാൻ പാഠം പഠിപ്പിക്കും. അങ്ങനെ പറഞ്ഞു മിട്ടു പറന്നു അതിന്റെ കൊക്കുകൊണ്ട് ആ പൂച്ചയെ പരിക്കേൽപ്പിക്കാൻ തുടങ്ങി. ആഹാ, ഇതിനെല്ലാം അറിയുന്നുണ്ട്. അപ്പൊ ഇത് പറഞ്ഞത് നുണയാ. അയ്യോ, എനിക്ക് വേദനിക്കുന്നു. പൂച്ച അവിടെ നിന്ന് ഓടിപ്പോയി. ഇതുപോലെ മിട്ടു മുട്ടകളെയും കുട്ടികളെയും എല്ലാവരെയും നന്നായി നോക്കി. എല്ലാ പറവകളും തിരിച്ചു വരുമ്പോൾ അവർ മിട്ടുവിന് വേണ്ടിയും ഭക്ഷണം കൊണ്ടുവന്നു. മിട്ടു ആ ഭക്ഷണം സന്തോഷമായി കഴിച്ചു. അതിന് കണ്ണ് കാണുന്നില്ല എന്ന നാടകം അങ്ങനെ തുടർന്നു. അടുത്ത ദിവസം രാവിലെ എല്ലാ പറവകളും ഭക്ഷണം തേടി പോകാൻ തീരുമാനിച്ചപ്പോൾ അവിടെ നോക്കുമ്പോൾ ടീനു പറവയില്ല. അപ്പോഴാണ് അവർ ടീനു പറന്നു വരുന്നത് കണ്ടത്. അതിന്റെ വായിൽ ചെറിയ ഒരു ഇലയുണ്ടായിരുന്നു. അത് ആ ഇല ചില്ലയിൽ കൊണ്ടുവന്ന് വെച്ചു. പിന്നെ പറഞ്ഞു, ഈ ഇല ഞാൻ നിനക്ക് വേണ്ടിയാ കൊണ്ടുവന്നേ മിട്ടു. ഈ ഇലയുടെ ഉപയോഗം എന്തെന്നാൽ കണ്ണ് കാണാത്തവരുടെ കണ്ണിൽ ഇതിന്റെ ചാറൊഴിച്ചാൽ അവർക്ക് കണ്ണ് കാണും. പക്ഷെ നല്ല കണ്ണിൽ ഈ ചാറൊഴിച്ചാൽ അവരുടെ കാഴ്ച നഷ്ടപ്പെടും. അയ്യോ, അപ്പൊ ഞാൻ തീർച്ചയായും ഇതിന്റെ കണ്ണിൽ ഒഴിക്കില്ല. എന്തുകൊണ്ടാ ഒഴിക്കാത്തത്? നിന്റെ കണ്ണ് ശരിയാകണ്ടേ? അത് കേട്ട് മിട്ടു മനസ്സിലാക്കി, സത്യം പറഞ്ഞാൽ അത് പിന്നെ പെട്ടുപോകില്ലേ. ആ, ശരി ശരി, ഒഴിച്ചോ. അത് കേട്ടതും ടീനു പറവ ആ ഇലയുടെ ചരതിന്റെ കണ്ണിൽ ഒഴിച്ചു. അതിന് കണ്ണൊക്കെ എരിയാൻ തുടങ്ങി. ആ, അയ്യോ അയ്യോ, എനിക്ക് കണ്ണൊക്കെ എരിയുന്നു. അയ്യോ, എരിയുന്നു. എനിക്കൊന്നും കാണുന്നില്ല, എനിക്ക് കാണുന്നില്ല. നീ എന്താ പറയുന്നേ? നിനക്ക് അല്ലെങ്കിലും ഒന്നും കാണുന്നില്ലല്ലോ. ഇപ്പൊ വീണ്ടും കാണുന്നില്ലെന്ന് പറഞ്ഞു. ആ, അത് എനിക്ക് എല്ലാം ശരിയായി മാറി. എനിക്കിപ്പൊ എല്ലാം കണ്ണിൽ കാണുന്നു. ആവോ, എനിക്ക് ഇപ്പോഴും സന്തോഷമായി. പക്ഷേ മിട്ടു ഇപ്പോഴാണ് അന്ധയായത്. അതിനോട് ആരോടും ഇപ്പൊ സത്യം പോലും പറയാനാകില്ല. മിട്ടു, ഇപ്പൊ നിന്റെ കണ്ണ് ശരിയായോ? പക്ഷേ ഇന്ന് ഒരു ദിവസം മാത്രം ഞങ്ങളുടെ കൂടെ ഒന്ന് നോക്കിക്കോ. നാളെ മുതൽ എന്റെ ഒപ്പം വരാം. എല്ലാവരും അതിനെ കൂടിനടുത്താക്കിയിട്ട് അവർ പുറപ്പെട്ടു പോയി. പൂച്ചയ്ക്ക് മനസ്സിലായി ഇപ്പൊ അതിന് ശരിക്കും കണ്ണു കാണുന്നില്ല എന്ന്. അത് മരത്തിൽ കയറി പിന്നെ ദേഷ്യത്തിൽ പറഞ്ഞു, നീ എന്നെ അത്ര തല്ലിയില്ലേ? ഇപ്പൊ നോക്ക് ഞാൻ നിന്നെ എന്ത് ചെയ്യുമെന്ന്. അത് മിട്ടുവിനെ ആക്രമിച്ചു. പാവം മിട്ടുവിന് ഒരുപാട് പരിക്കേറ്റു. അത് കഴിഞ്ഞ എല്ലാ കുഞ്ഞു പറവകളെയും മുട്ടകളെയും അതെടുത്ത് കഴിച്ചു. മിട്ടു പരിക്കുകളോടെ ആ ചിലയിൽ കിടന്നുകൊണ്ടിരുന്നു. എല്ലാ പറവകളും തിരിച്ചു വന്നതും കാണാതായി അവരുടെ കുഞ്ഞുങ്ങളെ നോക്കി അവരൊരുപാട് ഷോക്കായി. നമ്മുടെ മുട്ടയും കുഞ്ഞുങ്ങളും എവിടെ പോയി? അവരെ പൂച്ച തിന്നു. പക്ഷെ നീയുള്ളപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു? നീ എന്താ തടഞ്ഞില്ല? ഞാൻ നിങ്ങളോട് നുണ പറഞ്ഞതാ എനിക്ക് കണ്ണു കാണുന്നില്ലെന്ന്. അപ്പോഴാ ഇരുന്ന സ്ഥലത്ത് എനിക്ക് ഭക്ഷണം കിട്ടുമെന്ന്. പക്ഷെ ടീനു ഇലയുടെ ചാറിട്ട ഉടനെ എന്റെ കാഴ്ച ശരിക്കും പോയി. പക്ഷെ നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടരുത് എന്നാ എനിക്ക് കാഴ്ച വന്നെന്ന് നുണ പറഞ്ഞത്. ശരിക്കും ഇപ്പൊ എനിക്ക് കണ്ണ് കാണുന്നില്ല. അതുകൊണ്ടാ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എനിക്ക് രക്ഷപ്പെടുത്താനായില്ല. നീ കാരണമാ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ചത്തുപോയത്. മുട്ടയും നശിച്ചുപോയി. എല്ലാത്തിനും കാരണം നീയാ. എല്ലാ പറവകളും ഒരുമിച്ച് അതിനെ തല്ലാൻ തുടങ്ങി. അവരുടെ ദേഷ്യമെല്ലാം അവർ അതിനോട് തീർത്തു. അതിന്റെ ചിറകിലും ഇപ്പൊ നന്നായി പരിക്കേറ്റിരുന്നു. അതുകൊണ്ട് പാവം അതിന് മരത്തിലിരിക്കാനേ കഴിഞ്ഞില്ല. നാൾ മുഴുവനും അത് മരത്തിനടിയിലിരുന്ന് പിടഞ്ഞുകൊണ്ടേയിരുന്നു. രാത്രിയിൽ മിട്ടുവിന്റെ സഹോദരൻ അവിടേക്ക് വന്നു. അപ്പൊ മിട്ടുവിന്റെ അവസ്ഥ കണ്ട് അവൻ ഒരുപാട് സങ്കടപ്പെട്ടു.
അയ്യോ മിട്ടു, നിനക്ക് എന്ത് പറ്റി? ആരെന്താ ചെയ്തത്? എന്റെ ഈ അവസ്ഥയ്ക്ക് എന്റെ മടി മാത്രമാ കാരണം. അങ്ങനെ അത് ടീറ്റുവിനോട് നടന്നതെല്ലാം പറഞ്ഞു. നീ ചെയ്തത് ശരിയല്ല മിട്ടു. ആദ്യം നീ എല്ലാ പറവകളോടും ചെന്ന് ക്ഷമ ചോദിക്കണം. പക്ഷെ അതിനു മുന്നേ ഞാൻ നിന്നെ ഭേദപ്പെടുത്താം. അങ്ങനെ പറഞ്ഞത് അവിടെ നിന്ന് പോയി. കുറച്ചു നേരത്തിൽ അതേ ഇല കൊണ്ട് അവിടേക്ക് വന്നു. അത് മിട്ടുവിന്റെ കണ്ണിൽ ആ ചാറ് ഒഴിച്ചുടനെ ഇത്തവണ മിട്ടുവിന് ശരിക്കും കാഴ്ച തിരിച്ചു കിട്ടി. ടീറ്റു, എനിക്കിപ്പെല്ലാം കാണുന്നുണ്ട്. ശരി, പോ, ആ പറവകളോട് പോയി ക്ഷമ ചോദിക്കേ. ടീറ്റു മിട്ടുവിനെ പറവകളുടെ അടുത്ത് കൊണ്ടുപോയി. പിന്നെ പറഞ്ഞു, കൂട്ടുകാരെ, നിങ്ങളുടെ ദേഷ്യം ശരിയാണ്. പക്ഷെ മിട്ടു ചെയ്ത തെറ്റിന് അതിന് ശിക്ഷ കിട്ടി. നിങ്ങൾ ഒരേ ഒരു തവണ അതിനോട് ക്ഷമിക്കൂ. ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. അത് കേട്ട എല്ലാ പക്ഷികളും മിട്ടുവിനെ ക്ഷമിച്ചു. അത് കഴിഞ്ഞ അന്നു മുതൽ അതെപ്പോഴും മടിപിടിച്ചിരുന്നതുമില്ല, നുണ പറഞ്ഞതുമില്ല.